വായ്പാ കുടിശ്ശികയെ തുടർന്ന് വീട് ജപ്തിയായ കുടുംബം ദിവസങ്ങളായി വരാന്തയിൽ കഴിയുന്നു. കൊല്ലം ശൂരനാട് സ്വദേശി സന്തോഷ് കുമാറും കുടുംബവുമാണ് വീട്ടിൽ നിന്ന് പുറത്തായത്. തിരിച്ചടവിന് സാവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അധികൃതർ കനിഞ്ഞില്ലെന്ന് കുടുംബം പറയുന്നു. ആണുങ്ങളാരും കൂടില്ലായിരുന്നു. ഞാൻ ഓഫീസിൽ പോയാൽ കഴിയുന്നത്. അവൻ്റെ കാലും വയ്യ, ഞങ്ങൾക്ക് ജീവിക്കണ്ടായോ? മകൻ പ്രവാസിയായിരുന്നു. അഭിമാനത്തോടെ ജീവിച്ചു. കോവിഡ് എല്ലാം തകർത്തു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ സന്തോഷ് രോഗബാധിതനായതോടെ ബാങ്കിലെ തിരിച്ചടവ് മുടങ്ങി. ഇപ്പോൾ വീട് ജപ്തിയുമായി. വീടിൻ്റെ വരാന്തയിലാണ് ഈ കുടുംബം താമസിക്കുന്നത്. 2016 15 സെന്റ് ഭൂമി പണയപ്പെടുത്തി സന്തോഷ് SBI ചക്കുവള്ളി ശാഖയിൽ നിന്ന് 15 ലക്ഷം രൂപ ലോൺ എടുത്തത്. 11 ലക്ഷം വരെ തിരിച്ചടച്ചെങ്കിലും കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ട സന്തോഷിന് പിന്നീട് പണം തിരിച്ചടയ്ക്കാനായില്ല. ജോലി നഷ്ടപ്പെട്ടില്ല നാട്ടിൽ വന്നത്. അതിനുമുമ്പ് വരെ പൈസ ഉള്ള കൈ കിട്ടുന്ന ശമ്പളം എല്ലാം നാട്ടിലോട്ട് ബാങ്കിലോട്ട് അയച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ നാട്ടിൽ വന്ന് പെട്ടപ്പോഴത്തേക്കും നമുക്ക് റോൾ ചെയ്യാനോ ഒന്നും ചെയ്യാനോ പറ്റിയില്ല. ഇതിൻ്റെ ഇടയ്ക്കൂടാണ് വസ്തു വീടും കൂടെ വിൽക്കാനായിട്ട് നോക്കി. അതും ഇതുവരെ നടന്നിട്ടില്ല. ജപ്തി സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് മകൾ മാത്രം. +1 പരീക്ഷ എഴുതുന്ന മകൾക്ക് പുസ്തകങ്ങൾ എടുക്കാനുള്ള സാവകാശം പോലും നൽകിയില്ല. അവരിങ്ങോട്ട് കയറി വന്നപ്പോഴേ ചോദിച്ച് സാധനമെല്ലാം എന്ത് ചെയ്യുന്നു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊന്നും എടുത്തു വെച്ചിട്ടില്ല, ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ, ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഒന്നും എടുത്തു വെക്കാൻ പോലും പറഞ്ഞു. അന്നേരം ഇവർ ഉടനെ ഇങ്ങോട്ട് എടുത്തതായി പറയുക. അത് ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കോടതി പറഞ്ഞാൽ മതി. ആ ഒറ്റൊരു ഡയലോഗ് മാത്രമേ പറഞ്ഞുള്ളൂ. പഠിക്കേണ്ട സാധനം പോലും എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലും ഒരു സമയം പോലും തന്നില്ല. അതിന് മുമ്പേ ഇറങ്ങുമെന്നും പറഞ്ഞ് എന്നെ എൻ്റെ അമ്മയുടെ കൈ പിടിച്ച് അങ്ങ് ഇറക്കുമായിരുന്നു, സാധനം എല്ലാം പുറത്തെടുത്തിട്ടിട്ട്. അതേസമയം പലിശ സഹിതം 22 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. 7 ലക്ഷം ഉടനടച്ചാൽ വീട് തുറന്നു നൽകും. പക്ഷേ ഇതിനൊന്നും മാർഗമില്ലാതെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ കഴിയുകയാണ് ഇവർ. ഷമീർ അബ്ദുൽ, ന്യൂസ് മലയാളം, കൊല്ലം.